ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? ഈ പള്ളിയിലിരിക്കുന്നവരെല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമുള്ളവർ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സന്തോഷമില്ലാത്തവർ ഇടത് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമുള്ള മക്കളാണ്, ആണോ? സങ്കടങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഈ നോമ്പുകാലത്തെ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഈശോയുടെ പീഠാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് ഇതാ ഒരു പുതിയ മനുഷ്യനായി മാറുവാൻ എല്ലാവരും ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. നമ്മുടെ ആലയത്തിൻ്റെ ഉള്ളിൽ ഇനിയും ഒത്തിരി സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പുറത്തിരുന്ന് വചനം കേൾക്കുന്ന മക്കൾ ഈശോയുടെ ക്ഷണം സ്വീകരിച്ച് ആലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1000 മേലെ കുടുംബാംഗങ്ങളുള്ളൊരു ഇടവകയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. മുന്നിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഇടവകയിൽ കുഞ്ഞുമക്കൾ വളരെ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇടവകയിൽ കുഞ്ഞുമക്കൾ വളരെ കുറവാണ് എന്നെനിക്ക് തോന്നുന്നു. സങ്കീർത്തനം 121:1 പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നാ വരുന്നത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്നാണ്? സങ്കീർത്തകൻ തുടരുകയാണ് 121:2 ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്. എവിടെ നിന്നാ സഹായം വരുന്നത്? ഞാൻ നന്നായി കേൾക്കുന്നില്ല. എവിടെ നിന്നാണ് സഹായം വരുന്നത്? ആ കർത്താവിൻ്റെ മുമ്പിലാണെന്ന് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ നാം ഓരോരുത്തരും സന്നിഹിതരായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ സമർപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഇന്ന് ആനന്ദ നൃത്തം ചവിട്ടാൻ പോകുന്നത്. ആ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ പോകുന്നത്. ആ ഒരു മനസ്സോടെ ഒരു 3 ഹല്ലേലൂയ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ഞങ്ങൾ പറഞ്ഞേ. നിങ്ങൾ ഈ പറയുന്ന ഹല്ലേലൂയയ്ക്ക് സ്വർഗം ഇവിടെ ഇറങ്ങി വരും, ഉറപ്പാ. ഹല്ലേലൂയ. നിങ്ങൾ ഈ കാണിക്കുന്ന മനസ്സിന് ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഈ ഇടവകയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വചനം നമ്മളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ ആനന്ദിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും നമ്മുടെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കുക എന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4:4 നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, മകനെ മകളെ,
നിന്റെ സങ്കടങ്ങൾ എന്ത് തന്നെയായിക്കൊള്ളട്ടെ, നീ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ധനിക്കുന്നുണ്ടോ? നിന്റെ മക്കളുടെ ജീവിത രീതിയെ പറ്റി നീ വ്യസനിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തെ സംഭവിച്ചിട്ടുള്ള കെടുമതികളെ ഓർത്ത് നീ വിഷമിക്കുന്ന മകനാണോ മകളാണോ? നീ നിന്റെ സങ്കടങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ മുമ്പിലിരുന്ന് നീ ആനന്ദിക്കുക. നീ ആനന്ദിക്കുക. കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി അതാ. നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ആനന്ദത്തോടെ ഇരിക്കുക എന്നാണ്. ആനന്ദത്തോടെ ഇരിക്കുക എന്നതാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാം സന്തോഷമുള്ള മക്കളായിരിക്കണമെന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് 1 തെസ്സലോനിക്കയിൽ പറയുന്നുണ്ട്. അടുത്തത് 17 പറയുകയാ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഒന്നുകൂടി ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ പറയുമ്പോൾ തന്നെ ഏത് നിയോഗത്തിന്റെ മേലാണോ കർത്താവ് അനുഗ്രഹം നൽകേണ്ടത്, ആ നിയോഗം കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരണം. ആ ഒരു ആഗ്രഹത്തോടെ ഒരു ഹല്ലേലൂയ കൂടി പറഞ്ഞേ. മൂന്നാമത് പറയുന്നതാ 1 തെസ്സലോനിക്ക 5:18, എപ്പോഴും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുവിൻ. എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവിൻ. നീ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. 1 കൊറിന്തോസ് 15:10 നമ്മളെ പഠിപ്പിക്കുമ്പോ, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ വന്നത് നഗ്നനായിട്ടാ. ആ എനിക്ക് എന്റെ കർത്താവ് എല്ലാം തന്ന് പരിപാലിച്ച് നാളിതുവരെ കൊണ്ടു നടന്ന ദൈവത്തിന്റെ മുമ്പിൽ സന്തോഷത്തോടെ ഇരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? എന്താണ്? ഒന്ന് പറഞ്ഞേ. അച്ഛന്റെ ജൂബിലിയാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? അച്ഛന്റെ ജൂബിലി ആഘോഷിക്കുന്ന ദിനമാ. സങ്കീർത്തകൻ പറയുകയാ 118:24. സങ്കീർത്തകൻ 118:24 പറയാ, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്കിന്ന് ആഹ്ലാദിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ സങ്കടങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് ആനന്ദിക്കുക. കാരണം കർത്താവ് തൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് തിരുവൾത്താരയിലേക്ക് വിളിച്ചതാ ഒരു വൈദികനെ. അതിൻ്റെ ജൂബിലി ആഘോഷമാ ഇന്ന് നടക്കുന്നത്. അച്ഛൻ തൻ്റെ ഇടവകയിൽ ആ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ ഇടവക ജനത്തോട് ചേർന്ന് നന്ദി പറയുവാനാ ഇന്നലെ ഈ ധ്യാനം കഴിഞ്ഞു പോയത്. ഇന്ന് അച്ഛൻ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മോടൊത്ത് ആ സ്വർഗമെടുത്തൊരു തീരുമാനമാ. അച്ഛനെ വിളിച്ചു മത്തായി 4:19 പ്രകാരം ഇന്ന് അച്ഛൻ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മോടൊത്ത് ആ സ്വർഗമെടുത്തൊരു തീരുമാനമാ. അച്ഛനെ വിളിച്ചു മത്തായി 4:19 പ്രകാരം നീ എന്നെ അനുഗമിക്കുക, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞൊരു വിളി സ്വീകരിച്ച വൈദികൻ നാളിതുവരെ കർത്താവിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ആ വൈദികന് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു 3 ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇതുവരെ വിശുദ്ധമായ ജീവിതം കൊണ്ട് മുന്നോട്ട് പോയ ആ വൈദികൻ ഇനിയും
ദൈവത്തിന്റെ വയലിൽ വിശ്രമമില്ലാതെ ഓടി നടന്ന് അനേക മക്കൾക്ക് ദൈവത്തിന്റെ സുവിശേഷം എത്തിക്കാൻ, വിശുദ്ധിയിൽ തുടരാൻ, അനേക മക്കൾക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ ആ വൈദികന്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണമേ എന്ന് മനസ്സിൽ തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 3 ഹല്ലേലൂയ കൂടി കൊടുത്തേ. ഇന്നച്ഛൻ അൾത്താരയിലേക്ക് കയറി വരുമ്പോ, ഇന്നിവിടെ നിന്ന് വചനം പറയുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓർക്കണമേ, ഇന്ന് സ്വർഗം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദിവസമാ. അച്ഛന്റെ ജൂബിലി ആഘോഷിക്കുന്ന ദിവസമാ. അച്ഛന് ഇന്ന് ഏത് കാര്യം നിങ്ങളുടെ ഇടയിൽ സംഭവിക്കണമെന്ന് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു പറയുന്നുവോ ആ കാര്യം ഇന്നിവിടെ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അച്ഛന് സ്വർഗം കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണത്. ഇന്ന് അച്ഛൻ ഈ ഇവിടെ വന്നിരിക്കുന്ന മക്കളേക്ക് പ്രാർത്ഥിക്കുമ്പോഴേക്കും സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. അച്ഛൻ ഇന്ന് വലിയൊരു സന്തോഷത്തിന്റെ ദിവസം ഇരിക്കുമ്പോ, ഇന്ന് അച്ഛനോട് ചേർന്ന് നമ്മൾ ആടിപ്പാടി ദൈവത്തിന് മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുമ്പോ, ദൈവത്തിന് നന്ദി പറയുമ്പോ, ഇന്ന് ഇവിടെ സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ ഇന്നും ജീവിക്കുന്നുണ്ടോ? ഈശോ ഇന്നും ജീവിക്കുന്നുണ്ടോ? ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട് എങ്കിൽ അന്ന് നടന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ ഇന്നിവിടെ നടക്കും. നടക്കില്ലേ? ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട്. തന്റെ പ്രവാചകരിലൂടെ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങൾ ഈ ധ്യാന ദിവസങ്ങളിൽ നിന്ന് ഇവിടെ നടക്കുന്നതാ. ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛനിലൂടെ അന്ന് മോശയുടെ നാളുകളിൽ, ഏലിയായുടെ നാളുകളിൽ നടന്ന അതേ അത്ഭുതങ്ങൾ ഇന്നിവിടെ നടക്കും. കർത്താവിന്റെ കരബലം, കർത്താവിന്റെ ശക്തി പൂർണ്ണമായും നമ്മുടെ ഈ വെണ്ടൂർ ദേശത്ത് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തില് ഇന്നും നാളെയുമായി ഇവിടെ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ഈ ദേശത്ത്, നമ്മുടെ ഇടവകയുടെ ഇടയൻ, നമ്മുടെ വികാരിയച്ഛൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ കൊച്ചച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹല്ലേലൂയ കൂടി പറഞ്ഞേ. നമ്മുടെ ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി, ഇതിനു വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയ നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒരു ഹല്ലേലൂയ കൊടുത്തേ. ഈ ദേശത്തെ എല്ലാ കുടുംബാംഗങ്ങളും അനുഗ്രഹത്തിന്റെ പാതയിലാകാൻ വേണ്ടി കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഹല്ലേലൂയ കൂടി പറഞ്ഞേ. നമ്മുടെ ധ്യാനഗുരു അലോഷ്യസ് അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ഇരുകരങ്ങളും ഉയർത്തി ഒരു ഹല്ലേലൂയ കൂടി പറഞ്ഞേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. കർത്താവിന്റെ കരബലം ഇന്ന് ഇവിടെ പ്രകടമാകാൻ പോവുകയാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാവാനാവാത്ത ഒരത്ഭുതം ഇന്ന് നിങ്ങളുടെ നാളുകളിൽ നാഥൻ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ.
നമുക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ആലയത്തിലേക്ക് കടന്നിരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇനിയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം ദൈവവും നിങ്ങളോട് ചേർന്നിരിക്കുമെന്ന് യാക്കോബ് ശ്ലീഹ 4:8 നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് ഞാൻ ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒത്തിരി അത്ഭുതങ്ങളാ അനേക വർഷങ്ങളായി അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലും ഒത്തിരി കൺവെൻഷനുകളിലും പങ്കെടുക്കുമ്പോൾ ഈ വചന ശുശ്രൂഷയിലൂടെ മർക്കോസ് 16:20 പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ടും കർത്താവ് വചനത്തെ സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ, അച്ഛൻ ഇത് വചനം പറയുന്ന സമയത്ത് അനേക അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാക്ഷികളാണ്. അനേക അത്ഭുതങ്ങൾ, ക്യാൻസറുകൾ വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട്. അനേക പിശാചബാധിതരായ മക്കള് അതിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടുണ്ട്. അനേകരുടെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ആ മക്കൾക്ക് വേണ്ടി തുറന്നു കിട്ടിയിട്ടുണ്ട്. വിസ തടസ്സങ്ങൾ തൽക്ഷണം മാറിയിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മൊബൈലുകളിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അവരുടെ തടസ്സങ്ങൾ മാറിയത്. കുഞ്ഞുങ്ങളെ ലഭിക്കാതെ അനുഗ്രഹപ്രദമാകാതിരുന്ന അനേകം ഉദരങ്ങള് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കുടുംബ സമാധാനമില്ലാതെ പോയ അനേക കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു ചെന്ന് ആ മക്കളെ എല്ലാം സമാധാനത്തിൽ ജീവിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മറ്റൊരവസരമാണ് ഇന്ന് ഈ ദേശത്തുള്ള മക്കൾക്ക് കൈവന്നിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ നിന്ന്, അത്ഭുത പള്ളിയിൽ നിന്ന് ഇതാ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഈ വൈദികരും ഈ ടീം അംഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാ ഇന്ന് ഈ ദേശത്ത് അത്ഭുതങ്ങൾ നടക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:30 കൃപയൊഴുകാൻ പോവുകയാണ്. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ, രോഗശാന്തികൾ ഇവിടെ നടക്കുവാൻ ഈശോയെ അവിടുത്തെ കരമുയർത്തണമേ. ഹല്ലേലൂയ. ഗായക സംഘത്തോട് ചേർന്ന് എല്ലാം മറന്ന് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ നാം ആരെയും നോക്കരുതേ. എന്റെ ഈശോ, എനിക്ക് സഹായം എത്തിച്ചു തരുന്ന ഈശോയെ മാത്രം മുന്നിൽ കണ്ടാൽ മതി. നിന്റെ കൂട്ടുകാരെ നീ കാണേണ്ട, നിന്റെ അയൽപക്കക്കാരെ നീ കാണേണ്ട, നിന്റെ ഇടവകക്കാരെ നീ നോക്കേണ്ട. ഈശോയെ മാത്രം പർവ്വതങ്ങളിലേക്ക് കണ്ണുകളുയർത്തി നോക്കുന്നത് പോലെ എനിക്ക് സഹായം എത്തിച്ചു തരുന്ന എന്റെ പൊന്നു തമ്പുരാനെ മാത്രം കണ്ട ആ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആലപിക്കാം. ഇന്നിവിടെ ഈശോയെ, ഈ നിമിഷം എന്റെ കർത്താവേ, ദൈവശക്തി വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ. ഹല്ലേലൂയ, ആമേൻ. ഈ നിമിഷം ഗ്ലോറി, ഹല്ലേലൂയ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി ആനന്ദത്തോടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം
നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങൾ വഴി അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവ് ചെങ്കടലിനെ പകത്ത് കൊടുത്ത് വഴിയൊരുക്കിയ കർത്താവ് ഇന്നലോഷ്യ സത്യനിലൂടെ ഇന്നും ജീവിക്കുന്ന യേശു ഇന്നലോഷ്യ സത്യനിലൂടെ ചെയ്യുന്നത് അതേ അത്ഭുതങ്ങളാ, അതേ പ്രവൃത്തികളാ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ താഴ്ത്തിയടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി, കാലുകൾ മാറ്റി ചവിട്ടി. ബാബിലോണില് ദാനിയേലിലൂടെ തന്നെ ജ്ഞാനം വെളിപ്പെടുത്തിയ കർത്താവ് ഇതാ തീച്ചൂളയില് ആ 3 യുവാക്കൾക്ക് എരിയുന്ന തീച്ചൂളയില് കുളിർമഴ പെയ്യിച്ചു കൊടുത്ത കർത്താവ് ഇന്നെരിഞ്ഞു പുകയുന്ന അവസ്ഥയിലായിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക്, ഈ മക്കളിലേക്ക് ദൈവത്തിന് കുളിർമഴ പെയ്യിക്കാൻ സാധിക്കും. ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് എരിപ്പൊഴിയുന്ന അവസ്ഥയിൽ നിന്ന് കുളിരനുഭവം ഉണ്ടാകും. ആനന്ദത്തോടെ ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. തീച്ചൂള തന്നടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ. തീച്ചൂള തന്നടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കടലിങ്ങനെ രമ്പി വരുന്നത് പോലെ, കടലെ രമ്പി ഇങ്ങോട്ട് വരുന്നത് പോലെ ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 37:4 നമ്മളെ പഠിപ്പിക്കുകയാ, കർത്താവിൽ ആനന്ദിക്കുക. കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നീ എന്നിൽ ആനന്ദിക്കുക. ആ ഒരൊറ്റ കാര്യം ചെയ്യുക. അതിൻ്റെ പുറകിലെ കാര്യം എന്താന്നാ? സങ്കീർത്തനം 37:4 അടുത്ത വരി പറയുന്നത് ഇതാ, നിന്റെ ആഗ്രഹം സാധിച്ചു തരും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണോ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്? ആ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൊന്നു തമ്പുരാൻ്റെ മുന്നിലേക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആനന്ദിക്ക്. നിങ്ങൾ ആരും ഭാരപ്പെട്ടിരിക്കണ്ട. കാരണം സങ്കീർത്തകൻ പറയുന്നുണ്ട് വീണ്ടും 55:22, നീ നീതിമാനായിരിക്കുക. നിന്റെ എല്ലാ ഭാരത്തെയും കർത്തകരങ്ങളിലേക്ക് കൊടുക്കുക. അവിടുന്ന് നിന്റെ ഭാരത്തെ താങ്ങുവാൻ കരുത്തുള്ള ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ എല്ലാവരുടെയും ഭാരത്തെ താങ്ങുവാൻ കഴിവുള്ള ദൈവമാണ് എങ്കിൽ നമുക്ക് ഭാരമില്ലാത്ത മക്കളായി ജീവിക്കാം. ആ ദൈവസന്നിധിയിൽ നമുക്ക് വ്യാപരിക്കാം. ഇന്ന് ഇവിടെ പറയപ്പെടുമ്പോൾ, ഇന്നിവിടെ വചനം പറയപ്പെടുമ്പോൾ നിങ്ങളത് ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇന്നലെ ഒത്തിരി സന്ദേശങ്ങൾ അച്ഛൻ വിളിച്ചു പറഞ്ഞില്ലേ, അനേക രോഗികൾ സൗഖ്യപ്പെട്ടത് വിളിച്ചു പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ നിങ്ങളത് ക്ലെയിം ചെയ്തെടുക്കണം. ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എല്ലാവരും കുരിശ് വരയ്ക്കുക. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. ഒരിക്കൽ തൃപ്പൂണിത്തുറ എന്നൊരു പള്ളിയിൽ ഞങ്ങൾ അച്ഛൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച എല്ലാവർക്കും ഇരിക്കാം. തൃപ്പൂണിത്തുറ പള്ളിയിൽ അച്ഛൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുകയാണ്, ഒരു ടീച്ചറും സാറും അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ വേണ്ടി ഇതേപോലെ ധ്യാനം കഴിഞ്ഞ് രാത്രിയിൽ അച്ഛനെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുവാൻ വന്നു. അന്ന് ഞങ്ങൾ അച്ഛൻ്റെ ഇരുവശത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇതാണ്, ഈ സാറിന്, അവർ നല്ല റിട്ടയേർഡാ, സാറും ടീച്ചറും റിട്ടയേർഡാ. അവർ പറഞ്ഞത്, ഈ സാറിന് വർഷങ്ങളായി അൽഷിമേഴ്സിൻ്റെ രോഗം ബാധിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും, ചെന്നൈ, ബാംഗ്ലൂർ, എല്ലായിടങ്ങളിലും ആ വൈദികന്, ആ സാറിനെ ചികിത്സിക്കുവാൻ കൊണ്ടുപോയതാ. ആ സാറിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയതാ. ഒരു ഓർമ്മയുമില്ല. ഇങ്ങനെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ഈ മകനെ കൊണ്ട് ടീച്ചർ അച്ഛൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ച്, അച്ഛൻ്റെ പൗരോഹിത്യം വെച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അൽഷിമേഴ്സ് എന്ന രോഗം ബാധിച്ച വർഷങ്ങളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആ മകൻ അന്ന് ആ പ്രാർത്ഥനയും സ്വീകരിച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം തൃപ്പൂണിത്തുറയിലെ ആ പള്ളിയുടെ മുറ്റത്ത് ഒരുക്കപ്പെട്ടിരുന്ന വേദിയിലേക്ക്
ആ മകനെയും കൂട്ടി ആ ടീച്ചർ കടന്നു വന്നിട്ട് സാക്ഷ്യപ്പെടുത്തിയതാ. അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. അതിരാവിലെ ഈ ടീച്ചറിന്റെ ഹസ്ബൻഡ്, ഈ അധ്യാപകൻ എഴുന്നേറ്റ് ആ മകന് തൻ്റെ പൂർവകാലത്തെ എല്ലാ കാര്യങ്ങളെയും ഓർമ്മ ലഭിച്ചു. ഹല്ലേലൂയ. മകന്റെ രോഗത്തിന് ശമനമുണ്ടായി, സൗഖ്യം കിട്ടി. ഹല്ലേലൂയ. പിറ്റേ ദിവസം ആ മകൻ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ഞങ്ങൾ സാക്ഷികളാണ്. അത്തരത്തിലുള്ള അനേക അത്ഭുത സാക്ഷ്യങ്ങൾക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ ഈ സാക്ഷ്യങ്ങൾ അവതരിപ്പിക്കാത്തത് സമയലഭ്യതയില്ലാത്തത് കൊണ്ടിട്ടാ. ഹല്ലേലൂയ. എല്ലാവർക്കും ആനന്ദത്തോടെ എഴുന്നേൽക്കാം, ആനന്ദത്തോടെ എഴുന്നേൽക്കാം. നാം ഇന്ന് പറഞ്ഞു, സങ്കീർത്തനം പറഞ്ഞതെന്താ? ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, കർത്താവ് ഒരുക്കിയ ദിവസമാണ്. നമുക്കിന്ന് ആഹ്ലാദിക്കാം, ആനന്ദിക്കാം. നമുക്കിന്ന് ആഹ്ലാദിക്കാം, ആനന്ദിക്കാം. ഈ വൈദികനെ അൾത്താരയിലേക്ക് എടുത്തുയർത്തിയിട്ട് ജൂബിലി ആഘോഷിക്കുമ്പോ ഈ ദേശത്തുള്ള മക്കൾക്ക് നിങ്ങൾക്ക് ലഭിച്ചൊരു അനുഗ്രഹമാണ്. ഈ വൈദികനോട് ചേർന്ന് സ്വർഗത്തിന് നന്ദി പറയുവാൻ നിങ്ങൾ ഇരു കരങ്ങളും അച്ഛന്റെ നേരെ നീട്ടിയിട്ട് അച്ഛനെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് സ്തുതിച്ച്, അല്പസമയം ഒന്ന് സ്തുതിച്ച് അച്ഛന്റെ വൈദിക ജീവിതം അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞാൻ എന്റെ പൗരോഹിത്യത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണ കർത്താവേ. ഞങ്ങളുടെ പൗരോഹിത്യത്തെ ബലപ്പെടുത്തണ